Hey guys, welcome to EIKV and this is Vishnu. ഈ ഇല്ലസ്ട്രേഷനിൽ അൾട്ടിമേറ്റ് മോഡൽ മെത്തേഡിൽ സെറ്റ് സ്കോർ വെച്ചിട്ട് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റാണ് തന്നേക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷെയർ ക്യാപിറ്റൽ 2 lakh തന്നിട്ടുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 60,000. ഡിബെഞ്ചേഴ്സ് 10% ഡിബെഞ്ചേഴ്സ് 3 lakh തന്നിട്ടുണ്ട്. സൺഡേ ക്രെഡിറ്റേഴ്സ് 80,000. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 60,000 തന്നിട്ടുണ്ട്. ഇനി അപ്പുറത്ത് വരാൻ നേരത്തെ ഫിക്സഡ് അസറ്റ് വന്നിട്ടുണ്ട് 4,20,000 വന്നിട്ടുണ്ട്. ഇൻവെന്ററി വന്നിട്ടുണ്ട് 1,80,000 വന്നിട്ടുണ്ട്. ബുക്ക് ടെക്സ്റ്റ് വന്നിട്ടുണ്ട് 20,000 വന്നിട്ടുണ്ട്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് 20,000. ക്യാഷ് ഇൻ ഹാൻഡ് വന്നിട്ട് 10,000 വന്നിട്ടുണ്ട്. ടോട്ടൽ 7 lakh വന്നിട്ടുണ്ട്. പിന്നെ വേറെ തന്നേക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ 12.5 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 1,40,000 വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. എന്നിട്ട് അൾട്ടമാൻസ് മോഡൽ കമ്പ്യൂട്ട് ചെയ്യാനാണ് നമുക്ക് തന്നേക്കുന്നത് പ്രോബ്ലം. അപ്പോൾ അൾട്ടമാൻസ് മോഡലിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. സെറ്റ് സ്കോർ ഇസ് ഈക്വൽ ടു 1.2x1 plus 1.4x2 plus 3.3x3 plus 0.06x4 plus 1x5. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം കമ്പ്യൂട്ടേഷൻ വരാൻ നേരത്ത് x1 വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് കമ്പ്യൂട്ട് ചെയ്ത് വരാൻ നേരത്ത് 1,10,000 ഡിവൈഡ് ബൈ 7 lakh വരും. അതിൻ്റെ റേഷ്യോ വന്നിട്ട് 0.2 വരും. അതേപോലെ തന്നെ x2 റീറ്റെയിൻ ഏർണിങ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് 60,000 ഡിവൈഡ് ബൈ 7 lakh വരും. 7 lakh വരാൻ നേരത്ത് 0.857 വരും. ഇനി x3 എന്ന് പറയുമ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് വരും. 1,40,000 ഡിവൈഡ് ബൈ 77 lakh വരും. അപ്പോൾ അതും 0.2 തന്നെ വരും. ഇനി ബുക്ക് വാല്യൂ അല്ല, മാർക്കറ്റ് വാല്യൂ ആണ്. Market value of debt divided by book value of total debt വരും. അത് 2,50,000 divided by 40,000 ഇപ്പോൾ 0.568182 വരും. ഇനി സെയിൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് 7 lakh ഡിവൈഡ് ബൈ 7 lakh വരും 1 വരും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി വേറെ സെയിൽസ് തന്നേക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോസ് നമുക്ക് ആ ഫോർമുലയെ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ 1.2 into 0.2 plus 1.4 into 0.867 plus 3.3 into 0.2 plus 0.6 into 0.56 1 into 1 വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2.86 കിട്ടും. അപ്പോൾ 2.86 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2.86 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ക്രൈറ്റീരിയയിൽ ഇടാൻ നേരത്ത് ക്രൈറ്റീരിയ വരാൻ നേരത്ത് 1.8 ബിലോ ആണെങ്കിൽ ബാങ്ക്രപ്റ്റ്, 1.8 to 2.99 ആണെങ്കിൽ ഗ്രേ സോൺ ആണ്, മോസ്റ്റ് ലൈക്ലി ബാങ്ക്രപ്റ്റ് ആണ്. പിന്നെ 2.99 തൊട്ട് മേളിലേക്കാണെങ്കിൽ സേഫ് സോൺ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് 2.36 അല്ല, അപ്പോൾ മോസ്റ്റ് ലൈക്ലി ബാങ്ക്രപ്റ്റ് ആണ്, ഗ്രേ സോണിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം ആസ് കാൽക്കുലേറ്റഡ് സെറ്റ് വാല്യൂ ഈസ് ബിറ്റ്വീൻ 1.81 to 2.99 which is marked as gray zone. It is predicted that the company is considered as both bankrupt or non-bankrupt. Most likely ആണ്, മിക്സ്ചേർഡ് ആണ്, ഫെയിൽഡ് ആണോ നോൺ ഫെയിൽഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല. therefore requires further investigation to determine bankrupt ആണോ എന്ന് നോക്കാനായിട്ട് ഫർദർ ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ വേണം. ഇനി നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്തത് കറണ്ട് അസറ്റും മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെന്ററി plus book debt plus loans and advances plus cash at bank. In current liabilities minus sundry creditors plus outstanding expenses. 1,80,000 plus 70,000 plus 20,000 plus 10,000 minus bracketly 80,000 plus 60,000. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്ത് വരാന്നത് 1,40,000 വരും. ഇനി ടോട്ടൽ അസറ്റ് നോക്കാം. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂടി. ഫിക്സഡ് അസറ്റ് വരാൻ നേരത്ത് 4,20,000 ഉണ്ട്. കറണ്ട് അസറ്റ്സ് വരാൻ നേരത്ത് 1,80,000 പ്ലസ് 70,000 പ്ലസ് 20,000 പ്ലസ് 10,000. അതായത് ഇൻവെന്ററി വരും, ബുക്ക് ഡെറ്റ് വരും, ലോൺസ് ആൻഡ് അഡ്വാൻസ് വരും, ക്യാഷ് ഇൻ ഹാൻഡ് വരും. അപ്പോൾ അത്രയും വരാൻ നേരത്ത് ടോട്ടൽ അസറ്റ് കിട്ടും. ഇനി റീറ്റെയിൻ ഏർണിങ്സ് നോക്കാം. റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ ഇതിൽ റിസർവ് ആൻഡ് സർപ്ലസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 60,000 ആണ് റിസർവ് ആൻഡ് സർപ്ലസ്. ഇനി EBIT എന്ന് പറയാൻ നേരത്ത് നമുക്കിപ്പം വേറെ ഒന്നും തരാത്ത കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെ EBIT ആയിട്ട് എടുക്കാം, 1,40,000 വരും. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്കറിയാം 12.5 ആണ് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 20,000 ഷെയർസ് ഇൻറ്റു 12.5 ചെയ്യാൻ നേരത്ത് 2,50,000 കിട്ടും.
ഇനി ബുക്ക് വാല്യൂ ഓഫ് ടോട്ടൽ ഡെറ്റ് വരുന്നത് ലോങ് ടേം ഡെറ്റ് പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പം 10% ഡിബെഞ്ചേഴ്സ് പ്ലസ് അണ്ടർ ക്രെഡിറ്റർ പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. 3 lakh plus 80,000 plus 60,000 which will give 4,40,000. ഇനി സെയിൽസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20% ഓഫ് സെയിൽസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 1,40,000. അപ്പോൾ 1,40,000 മൾട്ടിപ്ലൈഡ് ബൈ 100/20 ചെയ്യാൻ നേരത്ത് നമുക്ക് സെയിൽസ് കിട്ടും. സെയിൽസ് എന്ന് പറയുന്നത് 7 lakh ആണ്. Guys, thanks for watching this video. If you find this video helpful, please subscribe to my channel. Thank you.